പുതിയ വഖഫ് ഭേദഗതി നിയമം സ്റ്റേ ചെയ്യാതെയും തൽസ്ഥിതി തുടരാൻ നിർദ്ദേശിച്ചും സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ്. നിയമം ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന് നിരീക്ഷിച്ച കോടതി ഭേദഗതി നിയമം പൂർണ്ണമായും സ്റ്റേ ചെയ്യില്ല എന്നും പരാമർശിച്ചു. അടുത്ത തവണ കേസ് പരിഗണിക്കുന്നതുവരെ വഖഫ് ബോർഡുകളിൽ നിയമനം നടത്തരുത്. ഹർജിക്കാർ ഉന്നയിച്ച അമുസ്ലിങ്ങൾക്ക് നിയമനം, വഖഫ് ബൈ യൂസർ എന്നീ ആവശ്യങ്ങളിലും അനുകൂലമായ നിലപാടാണ് കോടതിക്ക്. വഖഫ് ബൈ യൂസർ ഭൂമി അതുപോലെ തന്നെ തുടരണമെന്നും ഡീനോട്ടിഫൈ ചെയ്യരുത് എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ചില വ്യവസ്ഥകൾ താൽക്കാലികമായി നടപ്പാക്കരുത് എന്ന് പറയുന്നുണ്ടെങ്കിലും കേന്ദ്ര സർക്കാരിനെയും ഹർജിക്കാരെയും തള്ളാനോ കൊള്ളാനോ കോടതി ഇപ്പോൾ തയ്യാറായിട്ടില്ല. കോടതിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ 7 ദിവസമാണ് അനുവദിച്ചിട്ടുള്ളത്. ഇടക്കാല ഉത്തരവ് അനുകൂലിച്ച് പ്രതികൂലിച്ച് ഒക്കെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ രംഗത്ത് വന്നു കഴിഞ്ഞു. സുപ്രീം കോടതി ഉത്തരവ് വലിയ സന്ദേശം എന്ന് കോൺഗ്രസ്, കേന്ദ്ര സർക്കാരിനേറ്റ തിരിച്ചടിയെന്ന് CPI, BJPക്കേറ്റ അടിയെന്ന് CPI, കോടതിയിലുള്ള വിശ്വാസം നിലനിർത്തുന്ന ഉത്തരവെന്ന് മുസ്ലിം ലീഗ്. സ്പെഷ്യൽ ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ഇടക്കാല ഉത്തരവ് കേന്ദ്രത്തിനേറ്റ തിരിച്ചടിയോ?